ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ വീഡിയോ. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ പോലെ നമ്മൾ ഇന്ന് വേറെ ആരെയും മാവിലല്ല മാങ്ങ പറിക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം മാവിൽ മാങ്ങ പറിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് സ്പോട്ടിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗ്യാസ് ഞങ്ങൾ പോകുന്ന വഴി തന്നെ കുറേ ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്ന കണ്ടു. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തി. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. ഇതാ മാങ്ങ അടക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ അവരവിടെ പരിപാടികൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറൊരു മാവിൻ്റെ മൂട്ടിൽ വന്നിട്ട് നോക്കിയാണ് എന്തെങ്കിലും തറ കിടപ്പുണ്ടോ എന്ന്. അവിടെ നിന്ന് കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് അമ്മമ്മയുടെ തന്നെ ഞങ്ങൾ കൊടുത്ത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടിയ മാമ്പഴം നമ്മൾ അവിടെ വെച്ച് തന്നെ കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാം മാങ്ങ അടക്കുന്നത് നോക്കിക്കൊണ്ട് അങ്ങനെ നിപ്പായി. കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ മാങ്ങ അടത്ത് ചാക്കിലാക്കിയത് താഴോട്ട് വന്നു. അപ്പോൾ പപ്പയും അവരും കൂടെ അത് ചാക്കിലോട്ടാക്കുകയാണ്. ഇങ്ങനെ നല്ല മാമ്പഴം കിട്ടിയെന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു തേങ്ങയും കിട്ടി, അതും എടുത്ത്. ഇത് വേറെ ആരെയും വീടല്ല, ഞങ്ങൾ അങ്ങളുടെ വീട് തന്നെയാണ്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും രണ്ടാമത്തെ ഘട്ടം അടത്തിട്ട് മാങ്ങ ചാക്കിയും താഴോട്ട് തന്നു. പിന്നെ അതും ഞങ്ങൾ ചാക്കിലാക്കി. പിന്നെ ആ മാവിൽ തീർന്നപ്പോൾ അമ്മാമ്മ ഇറങ്ങാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ അടുത്ത മാവിൻ്റെ മുകളിലോട്ട് പോയി. അതും അടുത്ത് ഞങ്ങൾക്ക് താഴോട്ടിട്ട് തന്നു. പിന്നെ അത് ചാക്കിലാക്കാനുള്ള പരിപാടിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറെ മാവിൽ കയറി. പിന്നെ അവിടെ കുറച്ച് പന്നിക്കുട്ടി കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനും മാങ്ങ കൊടുത്തു. ആരും അടിയുണ്ടാക്കാതെയാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. ഇതൊക്കെ ചുമ്മാ പ്രഹസനം കാണിക്കണേണ്. ഞങ്ങൾ കൊണ്ടിറങ്ങിയപ്പോൾ തന്നെ മാമൻ തിരിച്ചു വന്നിട്ട് ഞങ്ങളെ നിന്നെല്ലാം വാങ്ങിക്കൊണ്ട് പോയി. വീട്ടിൽ കൊണ്ട് തന്നെ വെച്ച് തന്ന്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി മാങ്ങയുടെ കറയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിരുന്നു. അതോടൊപ്പം പൂച്ചയും വന്ന് നോക്കുന്നുണ്ട്. പിന്നെ പഴുത്ത മാങ്ങ ഒക്കെ മാറ്റി പിന്നെ ബാക്കിയുള്ളത് തുടച്ചും പിന്നെ അങ്ങനെ കുറേ പരിപാടികളായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നോക്കിയപ്പോൾ മാങ്ങ തുടച്ച് വീട്ടിലെ സ്റ്റൂള് വരെ പൊട്ടിച്ച് ആ ഇരിപ്പായി. അങ്ങനെ പിന്നെ അമ്മാമ്മയും പോയി തുടച്ച് വെച്ച മാങ്ങയൊക്കെ എണ്ണി പറക്കി തിട്ടപ്പെടുത്തി എടുത്തു. അപ്പോൾ ഗായ്സ്